3 ഭാഗങ്ങളുണ്ട് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ഭാഗം നമ്മുടെ മാരിയോ ജോസഫിൻ്റെ സുവിശേഷം. രണ്ടാമത്തെ ഭാഗം മാരിയോ ജോസഫും ജിജോയും തമ്മിലുള്ള അടിയുടെ കൂടുതൽ വിവരങ്ങൾ. മൂന്നാമത്തെ ഭാഗം മാരിയോ ജോസഫിനെ സുലൈമാനാക്കി തരാൻ നിൽക്കുന്ന കുറേ വായ്നോക്കികളോടും. ഇങ്ങനെ 3 ഭാഗങ്ങൾ ഈ വീഡിയോയ്ക്കുണ്ട്. അതിൽ ആദ്യ ഭാഗം നമ്മുടെ മാരിയോ ജോസഫിൻ്റെ സുവിശേഷമാണ്. ഇതിലൊരു കാര്യമുണ്ട്. ഈ മാരിയോ ജോസഫിൻ്റെ വിഷയമുണ്ടായണം മുതൽ പറയുന്നത് മുഴുവൻ മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫ്, മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫ് എന്ന. മോട്ടിവേഷണൽ സ്പീക്കർ അല്ല, അയാളെ വിളിക്കേണ്ടത് പാസ്റ്റർ അല്ലെങ്കിൽ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ക്രൈസ്തവ സുവിശേഷകൻ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. മോട്ടിവേഷണൽ സ്പീക്കർമാർ ഒരുപാട് പേരുണ്ട്. അതായത് സൈക്കോളജിയും അതുപോലെയുള്ള സബ്ജക്റ്റുകളും പഠിച്ച് ഒരാളിനെ സയൻറ്റിഫിക്കായി സൈക്കോളജിക്കലായി അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് കൗൺസിൽ ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ള സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയമാക്കുക, ഹിപ്നോട്ടൈസ് ചെയ്യുക, പിന്നെ ഇൻപുട്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിസ്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഇയാൾ മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഇയാൾ മതം പറഞ്ഞും സുവിശേഷ സംഗതികൾ ചെയ്തും ബൈബിൾ ആധാരമാക്കി വചനപ്രഘോഷണം നടത്തുന്ന ഒരു പാസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു സുവിശേഷകനാണ്. അല്ലാതെ വെറുതെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് 2 ദിവസം കൊണ്ട് പറയുന്നു. അങ്ങനെ ഉണ്ടാക്കണ്ട, കറക്റ്റായിട്ടുള്ള പേര് പറയണം. ഇനി പുള്ളിയുടെ സുവിശേഷം ഒന്ന് കേൾക്കാം. അവർ ഒരുമിച്ച് കൂടട്ടെ, പ്ലാനും പദ്ധതി ഇടട്ടെ, നിങ്ങൾക്കായി ആഴമേറിയ കുഴിയും അവർ കുഴിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ആരാണോ നിങ്ങൾക്കായി കുഴി തോണ്ടിയത് അവർ ആ കുഴിയിൽ വീഴും. ഇത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മാരിയോ ജോസഫ്. നിങ്ങൾ കുഴിച്ച കുഴിയിലാണ് നിങ്ങളിപ്പോൾ കിടക്കുന്നത്. നിങ്ങളാണ് ഈ കുഴിയെല്ലാം ഉണ്ടാക്കിയത്. സുലൈമാനെ, കുഴി മൊത്തം തനിയെ ഉണ്ടാക്കി ആ കുഴിയിൽ ഇറങ്ങി കിടന്നുകൊണ്ട് വീണ്ടും ആളുകളെ, അനുയായികളെ തൃപ്തിപ്പെടുത്താൻ, ആ കാശ് വരവ് നിലയ്ക്കാതിരിക്കാൻ വീണ്ടും പ്രസംഗിക്കുക. എന്റെ ആഗ്രഹമല്ല കേട്ടോ, ഇതൊരു ആത്മീയ നിയമമാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ പതിക്കും. ഇവരുടെയൊക്കെ ഒരു ഉളിപ്പൊന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. സാധാരണ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും തനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആഴത്തിൽ പതിക്കുന്ന ഒരു ആരോപണം അർദ്ധസത്യമോ അല്പസത്യമോ ആണെങ്കിൽ പോലും അവർ നിശബ്ദരായി പോകും ആഴ്ചകളോളം. പിന്നീടാണ് അവർ പല പ്രതികരണങ്ങളുമായിട്ട് വരിക. ഇത് 2 പേർക്കും ഒരു കൂസലുമില്ലാതെ വീണ്ടും ജനങ്ങളോട് പ്രഭാഷണം നടത്തുക. കുഴി ഒഴിക്കുന്ന കഥയും കുഴിയിലിറങ്ങിക്കിടക്കുന്ന കഥയും കേട്ടോളൂ. 26-27 നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ തളർന്നിരിക്കുകയായിരിക്കാം. അവര് ചിന്തിക്കും അവർ വിജയിച്ചു എന്ന്. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുകയായിരിക്കാം. അവര് വിചാരിക്കും അവര് സമൂഹത്തില് നല്ല പേരും പ്രശസ്തിയും നേടി എന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവം അന്ധനല്ല, അവനെല്ലാം കാണുന്നുണ്ട്. ഉണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ മുതലുണ്ടല്ലോ, വസ്തുക്കളുണ്ടല്ലോ, ആ മുതലും വസ്തുവും എല്ലാം നിങ്ങൾ അസത്യം പറഞ്ഞും അതോടൊപ്പം തന്നെ ഇസ്ലാം വിരോധം പ്രവർത്തിച്ചും മുസ്ലിം വിരോധം പ്രഭാഷണം നടത്തിയും അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തിയും ജീവിച്ചതും ജനിച്ചതുമായ ഒരു സമൂഹത്തിൽ അസത്യം പ്രചരിപ്പിച്ചും കിട്ടിയ മുതലും വകയും നിന്നെ തന്നെ കടിച്ചു. സുലൈമാനെ, നിന്നെ കടിച്ചു. അതാ ചെയ്തത്. ഈ എല്ലാവർക്കും ഉപദേശം അങ്ങോട്ട് തള്ളിക്കൊടുക്കുമ്പോൾ ആ ഉപദേശം കാശ് കിട്ടുന്നതിന് വേണ്ടി വളരെ പോളിഷ്ഡായിട്ട് മറ്റുള്ളവർക്ക് തള്ളിക്കൊടുക്കുന്നതാണെന്നും ഈ യഥാർത്ഥ ആളുകൾ അതല്ലെന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. സമയത്ത് അവർ നിനക്കായിട്ട് കുരുക്കി തീർച്ചയായും അവർ കൊടുക്കും. നിങ്ങൾ ധൃതിപ്പെട്ട് വഴക്കിനൊന്നും പോകണ്ട. നിങ്ങൾ ഒരുപാട് തലയടിച്ചു പൊട്ടിച്ചാൽ മതി. സമയത്തിനായി കാത്തിരുന്നാൽ മാത്രം മതി. കാരണം നുണക്കും തിന്മക്കും ഒരുപാട് നാളൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. തിന്മയുടെ പ്രത്യേകത, ആരാണോ അത് അയച്ചത് അത് എപ്പോഴും തിരിച്ച് അവരിലേക്ക് തന്നെ പോകും. അതൊരു ബൂമരനാണ്. സത്യം പറയട്ടെ, നിങ്ങളുടെ പിന്നിൽ നിന്ന് അവർ നിങ്ങൾക്കായി വലിയ കുഴി തോണ്ടും. പക്ഷെ നിങ്ങളുടെ മുമ്പില് ദൈവം നിങ്ങൾക്കായി വലിയ ഒരു തീൻമേശ തന്നെ ഒരുക്കുന്നുണ്ട്. നീ ഒരിക്കലും വീടില്ല, നീ ഒരിക്കലും നുറുങ്ങില്ല. പകരം അവര് വീഴുകയും ചെയ്യും, അവര് നുറുങ്ങുകയും ചെയ്യും. അതാണ് കർമ്മ. അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടുകാരോട് പറയുക പുള്ളി കിടക്കുക കുഴിയിൽ, അവനവൻ കുഴിച്ച കുഴിയിൽ അതിനകത്ത് വീണ് കിടക്കുക. എന്നിട്ടാണ് പുറകിൽ നിൽക്കുന്നവരുടെ എല്ലാം കുഴിയിലും വീഴും. എനിക്ക് മുമ്പിൽ തീന്മേശ ഉണ്ടാവും. ആ തീന്മേശയിൽ കുറച്ച് ആളുകളുടെ കാശും ഉണ്ടാവും. ആ കാശ് മൊത്തം കഴിച്ചാൽ മതി. അതാണ് സുവിശേഷം പാർട്ട്. രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയോ? ഇവർ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് മൊത്തത്തിൽ പണി തീർന്നതും പാതിയായതുമായ 13-14 വീടുകളുണ്ട് വിവിധ ജില്ലകളിൽ, വിവിധ ഭാഗങ്ങളിൽ. ഏതാണ്ട് 10-20 ഏക്കറോളം സ്ഥലം പല സ്ഥലങ്ങളിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കിയത്
രണ്ടുപേരും ചേർന്ന് നടത്തിയ ഈ അഭ്യാസങ്ങളിലൂടെയാണ്. ആ അഭ്യാസങ്ങളൊന്നും ഹൃദയത്തിൽ നിന്ന് വന്ന സത്യങ്ങളല്ല, മറിച്ച് വരുമാന മാർഗത്തിനുള്ള പ്രകടനങ്ങളായിരുന്നു. ഒരു തരം കച്ചവടം. ആ കച്ചവടത്തിൽ കുറേ വിശ്വാസികളായ ക്രൈസ്തവർ കുടുങ്ങി. തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അങ്ങോട്ട് കൊടുത്തു. ഇവർ വ്യത്യസ്ത രീതികളിൽ അഭിനയിച്ചു. ചില സിനിമകൾ ഹിറ്റാവുന്നത് പോലെ, ഇപ്പം ലോക 300 കോടി കളക്ട് ചെയ്തതുപോലെ ഇവരുടെ സിനിമകളും ഇവരുടെ പ്രകടനങ്ങളും കളക്ഷൻ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചതോടുകൂടി ഇവരുടെ വരുമാനം കൂടി. അങ്ങനെ വരുമാനം കൂടിയതോടുകൂടി വേറെ ചില പാസ്റ്റർമാരും ഇവരെ കൂടെ കൂടി. അക്കൂട്ടത്തിൽ ഇതുപോലെ തന്നെ സുലൈമാനെ പോലെ തന്നെ ചാടിപ്പോയി സുലേഖയായി തീർന്ന വേറൊരു ദേവസ്യയും പാസ്റ്ററും സുലേഖയും ഉണ്ട്. അവരും കൂടി ഇതിനകത്ത്. എല്ലാവരും കൂടെ കൂടി ഈ മുതൽ വർദ്ധിച്ച് വന്നതോടുകൂടി ഇത് അടിച്ചോണ്ട് പോകുമോ എന്നുള്ള ഭയം മാരിയോടെ മനസ്സിൽ വർദ്ധിച്ചു. അതുപോലെ തന്നെ ജിജിയുടെ മനസ്സിലും. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതൊക്കെ തങ്ങളുടേതാക്കണം എന്ന ചിന്ത വന്നു തുടങ്ങി. അതിന് വളരെ രഹസ്യമായി വേറെ ചില ട്രസ്റ്റുകളും ചില ഏർപ്പാടുകളുമൊക്കെ ഉണ്ടാക്കി. ഈ കിട്ടിയ കാശ് മുഴുവൻ അത് പല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരിയോ പണ്ട് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള വസ്തുക്കളും പറമ്പുമൊക്കെ പല ആളുകളും വാങ്ങിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിലൂടെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥലം വാങ്ങി ക്രൈസ്തവ വിശ്വാസം പടുത്തുയർത്തുന്നതിന് വൻ കോടിക്കണക്കിന് രൂപ വീണ്ടും പുതിയ ട്രസ്റ്റിൽ കുമിഞ്ഞുകൂടി. അതോടുകൂടി തല്ല് മൂത്ത് കഴിഞ്ഞപ്പോൾ ജീവിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ മുന്നിൽ മല പോലെ മുതൽ ഇങ്ങനെ പൊന്തി വന്നു. ആ മുതലിനെ ചൊല്ലിയാണ് അടിയുണ്ടായതും വഴക്കുണ്ടായതും കഴുത്തിന് പിടിച്ചടിച്ചതും തലയടിച്ച് പൊട്ടിച്ചതും എല്ലാം. ചുരുക്കി പറഞ്ഞാൽ ഈ മാരിയോ തൻ്റെ ഗുണവധികാരത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ച് അത് അവസാനം അവനവൻ്റെ കുഴിയായി ആ കുഴിയിലിറങ്ങി വീണു. അതിൻ്റെ ഇപ്പുറത്ത് മല പോലെ മുതലും ഇരിപ്പുണ്ട്. ഇനി രണ്ടുപേരും തമ്മിലുള്ള കണക്ക് പറച്ചിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് കേൾക്കാം. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഇത് ഒത്തുതീർപ്പാക്കി എങ്ങനെങ്കിലും ഈ കണക്ക് പുറത്തുവിടരുത് എന്നാഗ്രഹിക്കുന്ന കുറേ പേരും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് പറയാം. ഇനി മൂന്നാമത്തെ ഭാഗം. ഇയാളെക്കുറിച്ച് എന്ത് പറയുമ്പോഴും അതിൻ്റെ അടിയിൽ വന്ന് ഇവൻ സുലൈമാൻ ഉണ്ടാക്കി എന്ന് എഴുതുന്നത് അവരോട് പറയാൻ എന്താണെന്നറിയാവുള്ളത്? യഥാർത്ഥത്തിൽ ഇതിൽ വിശ്വസിച്ച് ഒരു പ്രത്യയശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നവൻ അവൻ അങ്ങോട്ട് ചാടി വന്ന് അവൻ്റെ വാപ്പയുടെയും പേരില്ലാതെ അവൻ്റെ ഉമ്മയുടെയും പേരില്ലാതെ ചാടി അവിടെ വന്ന് കുറേ നാൾ കൊണ്ട് നടന്ന് മുസ്ലിം വിരോധം മുഴുവൻ പറഞ്ഞ് ഒരു നല്ല പാസ്റ്ററാക്കി എല്ലായിടവും കൊണ്ട് ഇന്ന് ദാണ്ട മറ്റേ മതത്തിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് ആ മതം കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് ഇത് നല്ലതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് കൊണ്ട് നടന്ന് അർമാദിച്ച ശേഷം അവൻ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ചാടിയതെന്താണെന്നറിയോ? അവനെപ്പോലൊരുത്തിന് ഇതിനകത്ത് നിൽക്കാൻ ഇടവില്ല. ഇതിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗുണങ്ങൾ വേണം എന്ന് മാത്രമല്ല, ഇതുപോലെ അത്രയും വരുമാനം ഇങ്ങനെ പെട്ടെന്ന് കുമിഞ്ഞുകൂടി വാരി പിടിക്കാനും ഒക്കത്തില്ല. ഇതിനകത്തങ്ങനെ വാരി പിടിച്ചാൽ ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. ഇപ്പോൾ പല സമുദായ സംഘടനകളും 100 വർഷവും 50 വർഷവും ഒക്കെ കൊണ്ട് സമ്പാദിച്ചതിനെക്കുറിച്ച് ആ മതത്തിലും വിശ്വാസത്തിലും ഒരുപാട് വിചാരണ നടക്കുന്നുണ്ട്. ഇതാവുമ്പം ആരും കാണാതെ ഒരുപാട് അന്താരാഷ്ട്ര സ്രോതസ്സുകളിൽ നിന്ന് ഈ പരിപാടിക്ക് വന്നിരിക്കുന്നവരുടെ പടമെല്ലാം എടുത്തു കൊടുത്ത് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവനെ അവിടെ അങ്ങ് കെട്ടിപ്പിടിച്ച് വെച്ചാൽ മതി. അല്ലാതെ ഇത് വന്നു കഴിയുമ്പം നീ സുലൈമാനാന്നും പറഞ്ഞ് ഇങ്ങോട്ട് തള്ളിത്തരണ്ട. അതവനും ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന പാസ്റ്റർമാരുടെ ഒരുപാട് കൂട്ടായ്മയുണ്ട്. ഇതുപോലെ വിദ്വേഷം പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട്. ഒരാളൊന്നുമല്ല, ഇതുപോലെ കുറേ പേരുണ്ട്. ഇവനൊന്നും അവനവൻ്റെ മതത്തിനകത്തൊരു ശരിയായ അസ്തിത്വമില്ല, അതിലൊരു അംഗീകാരമില്ല. പിന്നെ സ്വന്തം കച്ചവടത്തിന് വേണ്ടി ഇതുപോലെ വേറെ കുറേ പേരെ തെറി പറഞ്ഞ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് അതങ്ങ് മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് എൻ്റെ ഉറച്ച നിലപാട്.